നമസ്കാരം, ഷെക്കന വേൾഡ് ടുഡേയിലേക്ക് ഏവർക്കും സ്വാഗതം. മധ്യപൂർവേഷ്യയിൽ സംഘർഷം വീണ്ടും രൂക്ഷമാകുന്നു. ഹോർമോസ് കടലിടുക്കിന് സമീപം അമേരിക്കൻ AH-64 അപ്പാച്ച് ഹെലികോപ്റ്റർ തകർന്ന സംഭവത്തിന് പിന്നാലെ ഇറാനിലെ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കി അമേരിക്ക വ്യാപകമായ വ്യോമാക്രമണം നടത്തി. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നിർദ്ദേശപ്രകാരമാണ് US സെൻട്രൽ കമാൻഡ് ആക്രമണത്തിന് നേതൃത്വം നൽകിയത്. ബന്ദർ അബ്ബാസ് മേഖലയിലെയും ഗഷൻ ദ്വീപിലെയും വ്യോമപ്രതിരോധ നിരീക്ഷണ സംവിധാനങ്ങളാണ് പ്രധാനമായി ലക്ഷ്യമിട്ടതെന്ന് അമേരിക്കൻ ഉദ്യോഗസ്ഥർ അറിയിച്ചു. മധ്യപൂർവേഷ്യയിൽ സംഘർഷം കൂടുതൽ രൂക്ഷമാകുന്നതിനിടെ അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കി ഇറാൻ വ്യാപകമായ മിസൈൽ ഡ്രോൺ ആക്രമണം നടത്തിയതായി റിപ്പോർട്ടുകൾ. ബഹ്റൈൻ, കുവൈറ്റ്, ജോർദൻ എന്നിവിടങ്ങളിലുള്ള US സൈനിക താവളങ്ങൾ ഉൾപ്പെടെ 21 കേന്ദ്രങ്ങളാണ് ആക്രമണത്തിന് ലക്ഷ്യമായതെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. അമേരിക്ക ഇറാനിലെ സൈനിക കേന്ദ്രങ്ങൾക്കെതിരെ നടത്തിയ സമീപകാല ആക്രമണങ്ങൾക്ക് മറുപടിയാണ് ഈ നടപടി. ഇറാന്റെ റവല്യൂഷണറി ഗാർഡ് കോർപ്സ് ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തതായി റിപ്പോർട്ടുകളുണ്ട്. നിരവധി മിസൈലുകളും ഡ്രോണുകളും പ്രയോഗിച്ചെങ്കിലും ഭൂരിഭാഗം അമേരിക്കയുടെയും സഖ്യരാജ്യങ്ങളുടെയും വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ തകർത്തതായി അധികൃതർ അറിയിച്ചു. ചില കേന്ദ്രങ്ങളിൽ ജാഗ്രതാ മുന്നറിയിപ്പുകൾ പ്രഖ്യാപിക്കുകയും സുരക്ഷാ നടപടികൾ ശക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. അഫ്ഗാനിസ്ഥാനിൽ വീണ്ടും പാകിസ്ഥാൻ വ്യോമാക്രമണം നടത്തിയതായി താലിബാൻ ഭരണകൂടം ആരോപിച്ചു. കിഴക്കൻ അഫ്ഗാനിസ്ഥാനിലെ ഗോസ്റ്റ്, കുനാർ, പക്തിക എന്നീ പ്രവിശ്യകളെ ലക്ഷ്യമിട്ടുള്ള ആക്രമണത്തിൽ കുട്ടികൾ ഉൾപ്പെടെ 13 പേർ കൊല്ലപ്പെടുകയും 14 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി താലിബാൻ വക്താവ് സബീഹുള്ള മുജാഹിദ് അറിയിച്ചു. കൊല്ലപ്പെട്ടവരിൽ 11 കുട്ടികൾ, ഒരു സ്ത്രീ, ഒരു വയോധികൻ എന്നിവരുണ്ടെന്ന് താലിബാന്റെ അവകാശവാദം. അതിർത്തി മേഖലകളിൽ മാസങ്ങളായി തുടരുന്ന സംഘർഷത്തിനിടെയാണ് പുതിയ ആക്രമണം ഉണ്ടായത്. വടക്കൻ അയർലൻഡിലെ ബെൽഫാസ്റ്റിൽ വംശീയ സംഘർഷം വീണ്ടും ശക്തമായി. നഗരത്തിലെ ഒരു പ്രദേശത്ത് 40 വയസ്സുകാരനായ ഒരാളെ നടുറോഡിൽ അഭയാർത്ഥി ക്രൂരമായി ആക്രമിച്ച സംഭവത്തിന് പിന്നാലെ വ്യാപക പ്രതിഷേധങ്ങളും അക്രമ സംഭവങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. ആക്രമണത്തിനിരയായ വ്യക്തി ആശുപത്രിയിൽ ചികിത്സ തേടിയതായാണ് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. സംഭവത്തെ തുടർന്ന് പ്രദേശത്ത് സംഘർഷാവസ്ഥ നിലനിന്നു. നിരവധി പേർ തെരുവിലിറങ്ങി പ്രതിഷേധം നടത്തുകയും ചിലയിടങ്ങളിൽ വാഹനങ്ങൾക്കും വീടുകൾക്കും നേരെ ആക്രമണം നടത്തുകയും ചെയ്തു. കാറുകൾ കത്തിക്കുകയും സ്വത്തുക്കൾ നശിപ്പിക്കുകയും ചെയ്തതോടെ സുരക്ഷാ സാഹചര്യം കൂടുതൽ വഷളായി. സംഭവങ്ങൾ നിയന്ത്രണ വിധേയമാക്കുവാൻ പോലീസ് സേനയെ വിന്യസിച്ചു. വംശീയ വിദ്വേഷം പ്രചരിപ്പിക്കുന്ന അക്രമങ്ങൾ ഒരു തരത്തിലും അംഗീകരിക്കാനാകില്ലെന്ന് അധികൃതർ വ്യക്തമാക്കി. ആക്രമണവുമായി ബന്ധപ്പെട്ടവരെ കണ്ടെത്തുവാൻ അന്വേഷണം പുരോഗമിക്കുകയാണെന്നും കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും പോലീസ് അറിയിച്ചു. സമാധാനം പാലിക്കുവാനും നിയമം കയ്യിലെടുക്കാതിരിക്കുവാനും രാഷ്ട്രീയ സാമൂഹിക നേതാക്കൾ ജനങ്ങളോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ഉക്രൈൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ റഷ്യക്കെതിരായ സമ്മർദ്ദം വർദ്ധിപ്പിച്ച് യൂറോപ്യൻ യൂണിയൻ പുതിയ ഉപരോധ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വച്ചു. യുദ്ധത്തിൽ പങ്കെടുത്ത റഷ്യൻ സൈനികർക്ക് യൂറോപ്യൻ യൂണിയൻ അംഗരാജ്യങ്ങളിലേക്കുള്ള പ്രവേശനം നിയന്ത്രിക്കുന്നതുൾപ്പെടെയുള്ള നടപടികളാണ് പുതിയ ഉപരോധ പാക്കേജിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. റഷ്യൻ ബാങ്കുകൾ, ക്രിപ്റ്റോ മേഖലയിലെ സ്ഥാപനങ്ങൾ, രാജ്യത്തിന്റെ എണ്ണവരുമാനം എന്നിവയും പുതിയ നടപടികളുടെ പ്രധാന ലക്ഷ്യങ്ങളാണ്. 2022 ഫെബ്രുവരിയിൽ ഉക്രൈനെതിരെ റഷ്യ പൂർണ്ണതോതിലുള്ള സൈനിക നടപടി ആരംഭിച്ചതിനു ശേഷം യൂറോപ്യൻ യൂണിയൻ അവതരിപ്പിക്കുന്ന 21ാമത് ഉപരോധ പാക്കേജാണിത്. യുദ്ധം ആരംഭിച്ചതിനു ശേഷം റഷ്യൻ സായുധ സേനയിൽ സേവനമനുഷ്ഠിച്ചവരുടെ യൂറോപ്യൻ യൂണിയനിലേക്കുള്ള പ്രവേശനം നിയന്ത്രിക്കുന്നതിന് അംഗരാജ്യങ്ങൾ തമ്മിൽ ധാരണ രൂപപ്പെടുത്തുകയാണെന്ന് പുതിയ നിർദ്ദേശങ്ങൾ അവതരിപ്പിച്ച യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വോൺ ഡെർ ലൈൻ അറിയിച്ചു. അതേസമയം മുൻ റഷ്യൻ സൈനികരുടെ യൂറോപ്പിലേക്കുള്ള കുടിയേറ്റം സുരക്ഷാ വെല്ലുവിളികൾ സൃഷ്ടിക്കുമെന്ന ആശങ്കയും ചില യൂറോപ്യൻ രാജ്യങ്ങൾ ഉയർത്തിയിട്ടുണ്ട്. മാർഗോസ് സക്കന നേരത്തെ നൽകിയ മുന്നറിയിപ്പിൽ യുദ്ധത്തിൽ പങ്കെടുത്തവരിൽ ചിലരെ റഷ്യൻ ഭരണകൂടം രഹസ്യ പ്രവർത്തനങ്ങൾക്കും ഹൈബ്രിഡ് ആക്രമണങ്ങൾക്ക് ഉപയോഗിക്കുവാൻ സാധ്യതയുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് പ്രവേശന നിയന്ത്രണങ്ങൾ ഉൾപ്പെടെയുള്ള കടുത്ത നടപടികൾ പരിഗണിക്കുന്നത്. ലോകകപ്പ് ഫുട്ബോൾ മത്സരങ്ങൾക്ക് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ ആഫ്രിക്കയിലെ ചില രാജ്യങ്ങളിൽ റിപ്പോർട്ട് ചെയ്യുന്ന എബോള വൈറസ് വ്യാപനത്തെ തുടർന്ന് യാത്രാ നിയന്ത്രണങ്ങൾ ശക്തമാക്കണമെന്ന് അമേരിക്ക യൂറോപ്യൻ രാജ്യങ്ങളോട് ആവശ്യപ്പെട്ടു. എബോള ബാധിത മധ്യ ആഫ്രിക്കൻ മേഖലകളിൽ സമീപകാലത്ത് സന്ദർശനം നടത്തിയ യാത്രക്കാർക്ക് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയ അമേരിക്കയുടെ നടപടിക്ക് സമാനമായ സമീപനം യൂറോപ്പും സ്വീകരിക്കണമെന്നാണ് ട്രംപ് ഭരണകൂടത്തിന്റെ നിലപാട്. ലോകകപ്പ് മത്സരങ്ങൾക്കായി വിവിധ രാജ്യങ്ങളിൽ നിന്ന് ലക്ഷക്കണക്കിന് ആരാധകരും കായിക താരങ്ങളും ഉദ്യോഗസ്ഥരും എത്തുന്നതിനാൽ രോഗവ്യാപന സാധ്യത കുറയ്ക്കുന്നതിനുള്ള മുൻകരുതൽ നടപടിയാണ് ഈ നിർദ്ദേശം മുന്നോട്ട് വച്ചിരിക്കുന്നത്. ജൂൺ 1 ഇത് സംബന്ധിച്ച ഔദ്യോഗിക നയതന്ത്ര സന്ദേശം അമേരിക്ക യൂറോപ്യൻ സർക്കാരുകൾക്ക് കൈമാറിയതായാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. നിലവിൽ വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന എബോളയുടെ ബുന്ദി ബുഗിയോ വകഭേദത്തെ ലോകാരോഗ്യ സംഘടന അന്താരാഷ്ട്ര ആരോഗ്യ അടിയന്തരാവസ്ഥയായി പരിഗണിച്ചിട്ടുണ്ടെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. രോഗവ്യാപനം നിയന്ത്രിക്കുന്നതിനായി സാമ്പത്തിക സഹായം, ആരോഗ്യ നിരീക്ഷണം, യാത്രാ നിയന്ത്രണങ്ങൾ എന്നിവ ഉൾപ്പെടെയുള്ള നടപടികൾ അമേരിക്ക വേഗത്തിലാക്കിയിട്ടുണ്ടെന്ന് US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് അറിയിച്ചു.
അഫ്ഗാനിസ്ഥാനിലെ ഹെറാത്ത് നഗരത്തിൽ താലിബാൻ ഭരണകൂടത്തിന്റെ കർശനമായ വസ്ത്രധാരണ നിയന്ത്രണങ്ങൾക്കെതിരെ നടന്ന പ്രതിഷേധം അക്രമാസക്തമായി. തട്ടം ശരിയായ രീതിയിൽ ധരിച്ചില്ലെന്നാരോപിച്ച് നിരവധി സ്ത്രീകളെ താലിബാൻ അധികൃതർ അറസ്റ്റ് ചെയ്തതിനെ തുടർന്നാണ് ജനങ്ങൾ തെരുവിലിറങ്ങിയത്. പ്രതിഷേധം നിയന്ത്രിക്കുവാൻ സുരക്ഷാസേന നടത്തിയ നടപടിക്കിടെ 2 പേർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി പ്രദേശവാസികളും ആരോഗ്യ പ്രവർത്തകരും അറിയിച്ചു. പ്രതിഷേധക്കാരെ പിരിച്ചുവിടുവാൻ പോലീസ് വെടിവെപ്പ് ലാത്തിചാർജ് നടത്തിയതായി ദൃക്സാക്ഷികൾ ആരോപിക്കുന്നു. ചാട്ടവാറുകളും ആയുധങ്ങളും ഉപയോഗിച്ച് പ്രതിഷേധക്കാരെ നേരിട്ടതായും ചില റിപ്പോർട്ടുകൾ പറയുന്നു. അതേസമയം നഗരത്തിൽ ക്രമസമാധാനം നിലനിർത്തുവാനാണ് നടപടികൾ സ്വീകരിച്ചതെന്നും മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നുമാണ് താലിബാൻ പോലീസിന്റെ വിശദീകരണം. വസ്ത്രധാരണ ചട്ടങ്ങൾ നടപ്പാക്കുന്നതിനായി നഗരത്തിലെ വിപണികളിലും പൊതു ഇടങ്ങളിലും പരിശോധനകൾ ശക്തമാക്കിയതോടെ ജനങ്ങളിൽ ആശങ്ക വർദ്ധിച്ചിരിക്കുകയാണ്. സ്ത്രീകളുടെ വിദ്യാഭ്യാസം, തൊഴിൽ, വ്യക്തിസ്വാതന്ത്ര്യം എന്നിവ ഉറപ്പാക്കണമെന്നാവശ്യപ്പെട്ടാണ് പ്രതിഷേധക്കാർ രംഗത്തെത്തിയത്. താലിബാൻ അധികാരത്തിലെത്തിയതിനു ശേഷം ഉയർന്ന പ്രധാന ജനകീയ പ്രതിഷേധങ്ങളിലൊന്നായാണ് ഇതിനെ വിലയിരുത്തപ്പെടുന്നത്. സമാധാനപരമായ പ്രതിഷേധത്തിനെതിരെ ബലം പ്രയോഗിച്ചതിനെ മനുഷ്യാവകാശ സംഘടനകളും അന്താരാഷ്ട്ര സമൂഹവും വിമർശിച്ചു. പ്രതിഷേധത്തിനെതിരായ നടപടിയിൽ സ്വതന്ത്ര അന്വേഷണം നടത്തണമെന്നും ഉത്തരവാദികൾക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും വിവിധ സംഘടനകൾ ആവശ്യപ്പെട്ടു. മധ്യപൂർവേഷ്യയിൽ അമേരിക്കയും ഇറാനും തമ്മിലുള്ള സംഘർഷം വീണ്ടും രൂക്ഷമായതോടെ ആഗോള സാമ്പത്തിക വിപണികളിൽ വലിയ ആശങ്ക രേഖപ്പെടുത്തി. യുദ്ധ സാഹചര്യം വ്യാപിക്കുമെന്ന ഭീതിയിൽ ഏഷ്യൻ ഗൾഫ് ഓഹരി വിപണികളിൽ കനത്ത ഇടിവ് രേഖപ്പെടുത്തുകയും ചെയ്തു. അതേസമയം ലോകത്തിന്റെ പ്രധാന എണ്ണ ഗതാഗത പാതയായ ഹോർമൂസ് കടലിടുക്കിനോട് ചേർന്നുള്ള സംഘർഷം രൂക്ഷമായതോടെ ക്രൂഡ് ഓയിൽ വിതരണത്തെക്കുറിച്ചുള്ള ആശങ്കകൾ വർദ്ധിച്ചു. ഇതിന്റെ പശ്ചാത്തലത്തിൽ ബ്രെന്റ് ക്രൂഡ് ഉൾപ്പെടെയുള്ള എണ്ണവിലകൾ ഉയർന്നു. മേഖലയിലെ ഏതെങ്കിലും തരത്തിലുള്ള വിതരണ തടസ്സം ആഗോള ഇന്ധന വിപണിയെ ബാധിക്കുമെന്ന ആശങ്കയാണ് വിലക്കയറ്റത്തിന് പ്രധാന കാരണം. അമേരിക്കൻ സൈനിക നടപടികൾക്കും അതിന് ഇറാൻ നടത്തിയ തിരിച്ചടികൾക്കും പിന്നാലെ സ്ഥിതിഗതികൾ കൂടുതൽ സങ്കീർണമായിരിക്കുകയാണ്. സംഘർഷം വ്യാപിച്ചാൽ ഊർജ്ജ വിപണിയെയും ആഗോള സമ്പദ് വ്യവസ്ഥയെയും ഗുരുതരമായി ബാധിക്കുമെന്ന് സാമ്പത്തിക വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. നിക്ഷേപകരും രാജ്യങ്ങളും അടുത്ത സംഭവ വികാസങ്ങൾ അതീവ ജാഗ്രതയോടെ നിരീക്ഷിക്കുകയാണ്. ഫ്രാൻസിലേക്കുള്ള ലയോ 14 പാപ്പയുടെ ഔദ്യോഗിക സന്ദർശന പരിപാടികൾ പ്രഖ്യാപിച്ചു. സെപ്റ്റംബർ 25 മുതൽ 28 വരെ നീളുന്ന പര്യടനത്തിന്റെ ഭാഗമായി പാപ്പ പാരീസ്, ലൂർദ്, മെറ്റ്സ് എന്നീ നഗരങ്ങൾ സന്ദർശിക്കും. പാരീസ് ആർച്ച് ബിഷപ്പായ ലൗറൻ ഉൾറിച്ചാണ് സന്ദർശന തീയതികൾ സ്ഥിരീകരിച്ചത്. പാപ്പയുടെ സാന്നിധ്യം ഫ്രാൻസിലെ ജനങ്ങൾക്ക് ആത്മീയ പ്രചോദനവും പ്രത്യാശയും പകരുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. സെപ്റ്റംബർ 25 പാരീസിലെ ചരിത്ര പ്രസിദ്ധമായ കത്തീഡ്രലിൽ നടക്കുന്ന സായാഹ്ന പ്രാർത്ഥനയ്ക്ക് പാപ്പ നേതൃത്വം നൽകും. തുടർന്ന് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള യുവാക്കളുമായി കൂടിക്കാഴ്ച നടത്തും. സെപ്റ്റംബർ 26 പാരീസ് നഗരമധ്യത്തിൽ പൊതുജനങ്ങൾക്കായി വിശുദ്ധ കുർബാന അർപ്പിക്കുന്നതും പരിപാടികളിൽ ഉൾപ്പെടുന്നുണ്ട്. സെപ്റ്റംബർ 27 ലോകപ്രശസ്ത തീർത്ഥാടന കേന്ദ്രമായ ലൂർദിൽ ദിവ്യബലി അർപ്പിക്കുന്ന പാപ്പ സെപ്റ്റംബർ 28 മെറ്റ്സിലെ കത്തീഡ്രലിൽ വിശുദ്ധ കുർബാനയ്ക്ക് നേതൃത്വം നൽകിയ ശേഷം വത്തിക്കാനിലേക്ക് മടങ്ങും. ഫ്രാൻസിലെ വിവിധ രൂപതകളിൽ ആഴ്ചകളായി സന്ദർശനത്തിനുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുകയാണ്. നോത്രദാം കത്തീഡ്രലിലും പൊതുവായി ദിവ്യബലി നടക്കുന്ന വേദികളിലും വൻ ജനപങ്കാളിത്തമാണ് പ്രതീക്ഷിക്കുന്നത്. വൈദികർ, സന്യസ്തർ, വൈദികാർത്ഥികൾ, യുവജനങ്ങൾ, തീർത്ഥാടകർ എന്നിവരടക്കം ലക്ഷക്കണക്കിന് വിശ്വാസികൾ ചടങ്ങുകളിൽ പങ്കെടുക്കുമെന്നാണ് വിലയിരുത്തൽ. സന്ദർശനം വിജയകരമായി നടത്തുന്നതിനായി സന്നദ്ധ പ്രവർത്തകരുടെ സഹായം ആവശ്യമായതിനാൽ കൂടുതൽ പേർ മുന്നോട്ട് വരണമെന്ന് സഭാ നേതൃത്വം അഭ്യർത്ഥിച്ചിട്ടുണ്ട്. വേൾഡ് ടുഡേ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.